പശ്ചിമേഷ്യയുടെ മണ്ണിൽ എന്തുമാകാമെന്ന അമേരിക്കയുടെയും ശിങ്കിടിയായ ഇസ്രായേലിന്റെയും അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ അറബികൾ ഒരുമിച്ചിതാ രംഗത്തെത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ അവസാനമാണ്. ചെയ്തു കൂട്ടിയതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ചെയ്യാൻ പോകുന്നതിനുമൊക്കെ പലിശയടക്കം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അറബ് രാഷ്ട്ര തലവന്മാരുടെ കാല് പിടിച്ച് ഇസ്രായേലിന് പിന്തുണ ഉറപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഷിയ സുന്നി വിഷയമെടുത്തിട്ട് അറബ് ലോകത്തെ വിഘടിപ്പിച്ച് ഇസ്രായേലിന് പിന്തുണ നൽകി ഇറാനെ അങ്ങോട്ട് ഇല്ലാതാക്കി കളയാമെന്ന അമേരിക്കയുടെ ദിവാസ്വപ്നങ്ങളുടെ വേലയാണ് ഇപ്പോൾ അറബ് ജനത ഒന്നാകെ വെള്ളം കോരിയൊഴിച്ചത്. അമേരിക്കയുടെ വായടപ്പിച്ച് അറബ് ലോകം പ്രതികരിച്ചിരിക്കുന്നു. വേണ്ടി വന്നാൽ ഇറാന് വേണ്ടി അവർ യുദ്ധക്കളത്തിലേക്ക് എത്തിയേക്കാമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ തന്നെ പറയൂ, അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്നാൽ തീർക്കാവുന്നത് മാത്രമല്ലേ ഇസ്രായേലിന്റെയും അതുപോലെ അമേരിക്കയുടെയും അഹങ്കാരം? പശ്ചിമേഷ്യയുടെ മണ്ണിൽ എന്തുമാകാമെന്ന അവരുടെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാൻ അറബികൾ ഒരുമിക്കുക തന്നെ വേണം. അമേരിക്കയുടെ കുത്തിത്തിരിപ്പേറ്റില്ല. അറബ് ലോകം എല്ലാവിധ ശത്രുതയും മറന്ന് ഇറാനൊപ്പം അണിചേരുന്ന കാഴ്ചകൾക്കാണ് ലോകം സാക്ഷിയാകുന്നത്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ച അമേരിക്കയുടെ കുബുദ്ധിയെ മടക്കി ഒടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിച്ച് അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ച് എപ്പോൾ വേണമെങ്കിലും കത്താൻ സാധ്യതയുള്ള ഒരു കനലായി നിൽക്കുന്ന അറബ് വികാരത്തെ അങ്ങ് കെടുത്തി കളയാമെന്നാണ് അമേരിക്ക ചിന്തിച്ചത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് മാത്രമല്ല സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് ഇറാനാണ് യഥാർത്ഥ ഭീഷണി എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമൊരുക്കി അറബ് വികാരം, പ്രത്യേകിച്ച് സുന്നി മുസ്ലിം രാജ്യമായ സൗദിയോടടക്കം തിരിച്ചുവിടാനാണ് അമേരിക്ക ഇത്രനാളും കരുക്കൾ നീക്കിക്കൊണ്ടേയിരുന്നത്. ഗൾഫിലെ സുന്നി രാഷ്ട്രങ്ങളുടെ പിന്തുണ ഷിയ ഇറാനെതിരെ ഉറപ്പാക്കാനുള്ള ശ്രമമായിരുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മെയ് 13 മുതൽ 16 വരെ ട്രംപ് സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുകയും നിരവധി കരാറുകളിൽ ഒപ്പിടാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. കേവലം ഒരു മാസത്തിന് ശേഷം എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണത്തിന് തെരഞ്ഞെടുത്തു എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തന്നെ യാതൊരു സംശയവും ഉണ്ടാകില്ലല്ലോ അല്ലേ? ഇറാനെതിരെ സുന്നി രാഷ്ട്രങ്ങളുടെ സഖ്യം എന്ന അജണ്ടയും ട്രംപിന്റെ സന്ദർശനത്തിന് പിന്നിലില്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നേരത്തെ തന്നെ എബ്രഹാം സന്ധി ഒപ്പിടിവിച്ച് ബഹ്റൈൻ, UAE, സുഡാൻ എന്നീ രാഷ്ട്രങ്ങളെ ഇസ്രായേലുമായി സഹകരിപ്പിച്ചിരുന്നു. അതായത് ഷിയ സുന്നി സ്വത്വം ഉപയോഗിച്ച് ഗൾഫിൽ ഇസ്രായേലിന് കൂടുതൽ സ്വീകാര്യത നേടിക്കൊടുക്കാനാണ് അമേരിക്ക പ്രയത്നിച്ചത്. ഇറാൻ ആക്രമണത്തിന് മുമ്പായി ആ രീതിയിൽ ഒരു ശ്രമം അമേരിക്ക കഴിഞ്ഞ മാസവും നടത്തിയെന്ന് ട്രംപിന്റെ സന്ദർശനം വ്യക്തമാക്കുന്നതാണ്. എന്തായാലും ഇറാനെ കൈവിടാൻ അറബ് ജനതയ്ക്ക് സാധിക്കില്ലെന്ന് തന്നെയാണ് അമേരിക്കയുടെ ചെങ്ങാതിയായ സൗദി അറേബ്യ അടക്കമുള്ളവരുടെ നിലപാട്. അതാണ് ഇസ്രായേൽ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് പറയാൻ അവർക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കേണ്ടി വരാത്തത്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമീപകാല സംഘർഷത്തോടെ ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞിരിക്കുകയാണ്. ഒരു വിഭാഗം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കൂടെ നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തുർക്കി, സൗദി അറേബ്യ, UAE തുടങ്ങിയ നിരവധി മുസ്ലിം രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വരികയായിരുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വന്നതോടെയാണ് അമേരിക്കയുടെ പണി പാളിയെന്ന് അവർക്ക് തന്നെ ഒരു തിരിച്ചറിവ് വന്നത്. സൗദി അറേബ്യ, ഖത്തർ, UAE, ഒമാൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ അടക്കം ഉൾപ്പെടുന്ന 20 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിട്ടത്. സംഘർഷം അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. തുർക്കി, ജോർദാൻ, പാകിസ്ഥാൻ, ബഹ്റൈൻ, അൾജീരിയ, സുഡാൻ, സൊമാലിയ, ഇറാഖ്, ലിബിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. ആക്രമണം രൂക്ഷമാകുന്നതിൽ കൂട്ടായ്മ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം രാജ്യങ്ങളുടെ നിലപാട് എന്താണെന്ന് കൂടി പരിശോധിക്കാം. ഇറാനെ പിന്തുണച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ പിന്തുണച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫും രംഗത്ത് വന്നു. ഈ പരീക്ഷണ സമയത്ത് ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇറാനോടൊപ്പം നിൽക്കുന്നു. ഇറാനിയൻ താൽപര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. സഹോദരങ്ങളാണ്, അവരുടെ ദുഃഖവും വേദനയും പങ്കിടുന്നു അദ്ദേഹം പ്രസ്താവിച്ചു. ഈജിപ്തിന്റെ നിലപാട് എന്താണെന്ന് നോക്കാം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി നിലവിലുള്ള പ്രാദേശിക സംഘർഷം വ്യാപിക്കുന്നത് നിരാകരിക്കുകയാണെന്നും എല്ലാ പ്രാദേശിക മുന്നണികളിലും ഇസ്രായേലി സൈനിക പ്രവർത്തനങ്ങൾ നിർത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഊന്നി പറഞ്ഞതായും ഈജിപ്ഷ്യൻ പ്രസിഡൻസി ഒരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിനെതിരായ UAEയുടെ എതിർപ്പ് പറയാം. ഇസ്രായേൽ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചുകൊണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വഷളാകുന്നത് തടയാൻ പരമാവധി ആത്മനിയന്ത്രണവും വിവേകപൂർണവുമായ തീരുമാനവും UAE ഇരുപക്ഷ
ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടു. ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ആണവായുധ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുന്നതിനുള്ള നിയമനിർമ്മാണം പാർലമെന്റിൽ നടത്തുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇത് മേഖലയിലെ ആണവ സ്ഥിരതയുടെ ഭാവിയെക്കുറിച്ച് ആഗോളതലത്തിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. അതേസമയം ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതിയില്ലെന്ന ഇറാന്റെ നിലപാട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രസ്താവനയോടൊപ്പമാണ് ആണവായുധ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറാനുള്ള നീക്കവും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരായി ഇറാനുമായി അറബ് രാജ്യങ്ങൾ ഐക്യപ്പെടുമ്പോൾ ഈ സംഭവങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാന്റെ സൈനിക നേതാക്കളെയും ആണവ ശാസ്ത്രജ്ഞരെയും ലക്ഷ്യമിടുകയായിരുന്നു ചെയ്തത്. ഇറാനിൽ 224 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഇറാന്റെ പ്രതികരണമായി ഇസ്രായേൽ സിവിലിയൻ പ്രദേശങ്ങളിലേക്ക് മിസൈൽ ആക്രമണങ്ങളും നടന്നു. ഈ സംഘർഷം ആഗോള സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിച്ചത്. അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ പദ്ധതികളെ തടയുന്നതിനായി നടത്തിയ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വിരുദ്ധമാണ്. ഇറാന്റെ പ്രതിരോധം അതിന്റെ സ്വാഭാവിക അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമവുമാണ്. ഗാസി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സ്വന്തം വരുതിയിലാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ശിങ്കിടിയായ ഇസ്രായേലും ചേർന്ന് തിരക്കഥയും സംഭാഷണവും എഴുതിയ കഥയുടെ ക്ലൈമാക്സുകളിലേക്കാണ് ലോകം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയായ ഇറാനെ കീഴ്പ്പെടുത്തുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അതിന് ഏത് വഴിയാണ് അവർ തിരഞ്ഞെടുക്കേണ്ടത് എന്നല്ലേ? അതിനൊറ്റ വഴിയുള്ളൂ, ഇസ്രായേൽ എന്ന ശക്തി. ആണവായുധം ഇറാന്റെ കയ്യിലെത്തിയാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചെയ്തികളെ ചോദ്യം ചെയ്യാൻ പശ്ചിമേഷ്യയിൽ ഒരാൾ ഉദയം ചെയ്യുമെന്ന തിരിച്ചറിവാണ് ഒരിക്കൽ ട്രംപ് തന്നെ അവസാനിപ്പിച്ച കരാറിനു വേണ്ടി ഇറാനെ സമീപിക്കാൻ അമേരിക്കയെ പ്രാപ്തമാക്കിയത്. എന്നാൽ അമേരിക്കയുടെ ഇംഗിതത്തിന് വഴങ്ങാൻ ഇറാൻ തയ്യാറാകാതെ വന്നതോടെ മറ്റു വഴികൾ കാണാൻ അമേരിക്ക നിർബന്ധിക്കപ്പെട്ടു. ഭീഷണി മുഴക്കാനും ബോംബിട്ട് തകർക്കുമെന്നൊക്കെ പറയാനും ഒരു മടിയും അമേരിക്ക കാണിച്ചതുമില്ല. പിന്നെയാണ് താൻ വളർത്തുന്ന ഇസ്രായേൽ എന്ന വാലാട്ടിപ്പട്ടിയോട് ഇറാനെ ആക്രമിക്കാൻ ഉത്തരവിടുന്നത്. എന്തിനും ഏതിനും അമേരിക്ക അനുസരിച്ച് മാത്രം ശീലമുള്ള ഇസ്രായേൽ കേട്ട പാതി കേൾക്കാതെ പാതി ഇറാനെ പോയി ആക്രമിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കാര്യമായ ക്ഷതം ഇറാന് സംഭവിച്ചുവെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ പൊരുതാൻ ഇറാൻ മനോധൈര്യം കാട്ടി. കൂടുതൽ ആയുധങ്ങളും ഒരു ശക്തിക്കും പണയം വെക്കാത്ത ചങ്കൂറ്റവുമാണ് പടക്കളത്തിലെ ഇറാനിയൻ പട്ടാളക്കാരുടെ കരുത്ത്. കുറെ നാളായി ഇങ്ങനെ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു ഇറാൻ എന്ന് പറയാതെ വയ്യ. ഗസയും വെസ്റ്റ് ബാങ്കും തവിടുപൊടിയാക്കി അമേരിക്കയുടെ കാൽക്കീഴിൽ സമർപ്പിക്കാനൊരുങ്ങുന്ന ഇസ്രായേലിനോട് പകരം വീട്ടേണ്ടത് ഇറാന്റെ ആവശ്യം കൂടിയായിരുന്നു. ഇസ്രായേലുമായി യുദ്ധം തുടരുന്നതിനിടെ രാജ്യത്തെ ജനങ്ങളോട് ഐക്യത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രംഗത്ത് വന്നിട്ടുണ്ട്. ആണവായുധം നിർമ്മിക്കുന്നത് ഇറാന്റെ പദ്ധതിയിലില്ലെന്നും ഇതിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരാരും ഇറാന്റെ നയരൂപീകരണ സമിതിയിലില്ലെന്നും മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. സയൻസ്, ടെക്നോളജി, ഊർജ്ജ ആവശ്യങ്ങൾ മാത്രമാണ് ന്യൂക്ലിയർ സംബന്ധിച്ച് ഇറാൻ ഉള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അവകാശം തടയാൻ ആർക്കും കഴിയില്ലെന്നും പെഷസ്കിയാൻ പറഞ്ഞു. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇറാൻ പറയുന്നതും ഇതുതന്നെയാണ്. എന്നാൽ അമേരിക്കയോ അതുപോലെ ഇസ്രായേലോ ഇത് കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അവർക്ക് ഭയമായിരുന്നു റഷ്യ എന്തെങ്കിലും ഇറാന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ പ്രയോഗിച്ചാൽ പശ്ചിമേഷ്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം അവർക്ക് അറിയുകയും ചെയ്യാം. അതേസമയം ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് അവകാശപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി ഷംഖാനിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഇറാൻ ന്യൂസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കൊല്ലപ്പെട്ടുവെന്നും ഇല്ലെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് ഒമാൻ ഭരണാധികാരി യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകളിലേക്ക് മടങ്ങിയെത്താനും മസൂദ് പെഷസ്കിയാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമാൻ ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും അറബ് ലോകം ഇതിൽ കാര്യമായി ഇടപെടുമ്പോൾ മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.